മത്തായി 26:53. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന സംരക്ഷണം നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതിലും വലുതാണ്. നമ്മെ സൂക്ഷിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പൂർവ്വപിതാവായ യാക്കോബ് ഈ യാഥാർത്ഥ്യം പലതവണ അനുഭവിച്ചിട്ടുള്ളയാളാണ്. സ്വദേശത്ത് നിന്ന് ഓടിപ്പോകുമ്പോൾ, വിജനസ്ഥലത്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്വപ്നം കാണുന്നു. തിരിച്ച് സ്വദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ ദൂതന്മാർ തൻ്റെ എതിരെ വരുന്ന കാഴ്ച മഹനയീമിൽ വെച്ച് കാണുന്നു. ഒരു രാത്രി മുഴുവൻ യബോക്കിൽ വെച്ച് ഒരു ദൂതനുമായി മൽപ്പിടുത്തം നടത്തുന്നു. ആകയാൽ യോസെഫിൻ്റെ മക്കളുടെ തലമേൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ തന്നെ എല്ലാ വഴികളിലും കൂടെ ഇരുന്ന് സംരക്ഷിച്ച ദൂതൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തിൽ പലയിടത്തും ദൈവദൂതന്മാർ ദൈവഭക്തരെ സംരക്ഷിക്കുന്നതും ദൈവിക സന്ദേശം അവർക്ക് കൈമാറുന്നതും ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതും കാണാം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും ദൈവദൂതന്മാരുടെ സാന്നിധ്യം പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ജനിച്ച വേളയിൽ ആട്ടിടയരോട് സന്ദേശം കൈമാറുന്നത് ഒരു ദൈവദൂതനാണ്. ആ സമയം ദൂതന്മാരുടെ ഒരു സംഘം ആകാശത്ത് സദ്വാർത്ത ഘോഷിക്കുന്നതും വായിക്കുന്നു. ഉപവസിച്ച യേശു 40 നാൾ ഉപവസിച്ച അനന്തരം, സാത്താൻ്റെ പരീക്ഷകളുടെ മേൽ വിജയം നേടിയ അനന്തരം ദൂതന്മാർ അരികിൽ വന്ന് ശുശ്രൂഷിച്ചു എന്ന് കാണാം. തൻ്റെ ദൂതന്മാരെ അയച്ച് സംരക്ഷിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു ദൈവ പൈതലിന് അവകാശമുണ്ട് എന്ന് യേശുവിൻ്റെ ഇവിടെ പറയുന്ന വാക്കുകൾ വ്യക്തമാക്കുന്നു. കേവലം ഒരു ദൂതൻ്റെ മുമ്പിൽ പോലും ഭൂമിയിലെ സകല സൈന്യവും യാതൊന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ വലിപ്പം, മഹത്വം മനസ്സിലാക്കാം. എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഈ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവദൂതന്മാർ രാപ്പകലന്യേ നമ്മെ കാവൽ ചെയ്യുന്നു എന്ന സത്യം കൂടുതൽ ധൈര്യം നമുക്ക് നൽകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.